2024 പാർലമെൻറ്റ് ഇലക്ഷൻ്റെ റിസൾട്ട് വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2014 അല്ല, 2019 അല്ല. അതായത് ഇപ്പോൾ സമയം ഏകദേശം 5 മണി അടുക്കാറായി. ഇപ്പോഴും ഏകദേശം 35 മുതൽ 40ഓളം സീറ്റുകളിൽ 5000 മുതൽ 10000 വരെയാണ് ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഏകദേശം 7:30-8 മണിയോടുകൂടിയേ ഇതിൻ്റെ പൂർണ്ണ രൂപം നമ്മുടെ മുമ്പിലെത്തുകയുള്ളൂ. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി നമുക്ക് ചിന്തിക്കാവുന്നൊരു സംഭവമുണ്ട്, എക്സൈറ്റ്മെൻറ്റ്. അതായത് ഇപ്പം 290, 300 ആ രീതിയിലാണ് NDA അലയൻസ്. BJP ഒറ്റയ്ക്കല്ല, ഇപ്പം മറ്റുള്ള ഘടകകക്ഷികളുമായിട്ട് കൂട്ടിച്ചേർത്ത്. അപ്പോൾ അവരേകദേശം ഈ അവസാന റിസൾട്ടിൽ 20 അല്ലെങ്കിൽ 25 സീറ്റുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യ അലയൻസിൻ്റെ സൈഡിലോട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ, പിന്നെ ഡൽഹി രാഷ്ട്രീയം എന്ന് പറയുന്നത് കൂട്ടിക്കിഴക്കലിൻ്റെ രാഷ്ട്രീയമായിരിക്കുകയില്ല. കാരണം ഞാനിത് പലപ്പോഴും നേരത്തെ കണ്ടിട്ടുണ്ട്. അൺസർട്ടനിറ്റി ഉണ്ടാകും. ഈ പറയുന്ന ഘടകകക്ഷികളായ ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, പിന്നെ മറ്റുള്ള ചെറിയ ചെറിയ പാർട്ടികൾ, ഇവരുമായിട്ട് ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. അതാദ്യം മനസ്സിലാക്കുക. ഇവരൊക്കെ ഒരു സമയത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അലയൻസിൻ്റെ പാർട്ട്നേഴ്സ് ആയിരുന്നു. അതാണ് ഈ അൺസർട്ടനിറ്റി എന്ന് പറയുന്ന സംഭവം. 7 മണിയാവുമ്പോഴാണ് ഈ പറയുന്ന 30-35 സീറ്റുകളുടെ റിസൾട്ടിൻ്റെ ഏകദേശ രൂപം വന്നു കഴിഞ്ഞ ശേഷമായിരിക്കും ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അത് ഇനിയും മോദി ആയിരിക്കുമോ അല്ലയോ എന്നുള്ളതൊക്കെ തീരുമാനത്തിലേക്ക് വരുന്നത്. അപ്പം അവിടെയൊക്കെ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിന് ശേഷം വേറെ വീഡിയോ ചെയ്യാം. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് UPയിൽ BJPക്ക് ഇത്രയും വലിയൊരു സെറ്റ് ബാക്ക് ഉണ്ടായതിൻ്റെ കാരണം? അതായത് ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടിയാണെങ്കിലും സമാജ്വാദി പാർട്ടിയാണെങ്കിലും മറ്റുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊന്നും വിചാരിക്കാത്ത രീതിയിൽ ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇലക്ഷൻ്റെ ആദ്യത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനവിടെ യാത്ര ചെയ്ത് പലരുമായിട്ട് സംസാരിച്ചപ്പോഴും മനസ്സിലായത്, ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉരുത്തിരിയുന്നില്ല എന്നുള്ള സംഭവമായിരുന്നു. 3 ഫേസ് കഴിയുമ്പോൾ പിന്നീട് പോകുമ്പോഴാണ് പല പഴയ പോക്കറ്റുകളിൽ പോയി കഴിഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഈ പലയിടത്തും നേരത്തെ BJPയുടെ 14-ലും 19-ലും ഉണ്ടായിരുന്ന കാൻഡിഡേറ്റുകളെ മാറ്റിക്കഴിഞ്ഞപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. എപ്പോഴും പോകുന്നൊരു വീടാണ് അത്, ഠാക്കൂറാണ് ബേസിക്കലി. അപ്പം ബേസിക്കലി അവിടുത്തെ ആ ഗ്രാമത്തിലെ BJPക്കാരനും അവരുടെ ബന്ധുക്കളൊക്കെയാണ്. അവിടുത്തെ MLA, അതേപോലെ അവരുടെ ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ് അവിടുത്തെ ലോക്കൽ MP, സർപഞ്ച്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നവരാണ്. അപ്പം ഇലക്ഷൻ സമയത്ത് ഇയാളുടെ വീടിന് മുമ്പിൽ വലിയൊരു പന്തലൊക്കെ ഇട്ട് അപ്പോൾ ആൾക്കാർ വരുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു, ഉച്ചക്കലത്തെ റൊട്ടിയും സബ്ജിയും ഒക്കെ കൊടുക്കുന്നു. കാരണം ഭയങ്കരമായ ഇലക്ഷൻ്റെ ഒരു മേളമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ബേസിക്കലി ഇവർ RSS ഫാമിലിയിൽ നിന്ന് വന്നവരുമാണ്. ഇപ്രാവശ്യം പോയപ്പോൾ കണ്ടത് ഏറ്റവും വലിയ തമാശ, അവിടെ പന്തലുമില്ല, ഒരു കസേര പോലും ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഈ കാരണം എന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞ സംഭവമാണ് ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത്. കാരണം അയാൾ അവിടുത്തെ സർപഞ്ചാണ്, BJPക്കാരനാണ്, RSS ഫാമിലിയാണ്. കാരണം അവരുടെ ബന്ധുവായിട്ടുള്ള, കാരണം അവരുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്ക് ടിക്കറ്റ് കൊടുത്തില്ല. ഇതാണ് ഇഷ്യൂ. എന്നിട്ട് അയാൾ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയായിട്ട് ബന്ധപ്പെട്ട് ആർക്കൊക്കെ കൊടുത്തില്ല, എവിടൊക്കെയാണ് അവർ ലോക്കലായിട്ടുള്ള RSS എല്ലാം തീരുമാനിച്ച് പലയിടത്തും തോൽപ്പിക്കുവാൻ തീരുമാനിച്ചേക്കുന്നത്. അതായത് വിസിബിളി അല്ല, അത് അകത്തൂടെ തോൽപ്പിക്കാൻ തീരുമാനിച്ചു. ഇതൊരു ഘടകം തന്നെയാണെന്ന് ഞാൻ ആദ്യം നിങ്ങളോട് ഏകദേശം 2-3 ആഴ്ച മുമ്പാണ്, 3ാമത്തെ ഫേസ് കഴിയുമ്പോഴാണ് ഞാനിത് പറയുന്നത്. അപ്പം അതിനുശേഷം
ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഇതിനെയൊക്കെ ഓവർകം ചെയ്യുമെന്നുള്ള രീതിയിൽ BJP നേതാക്കൾ സംസാരിക്കുന്നു. നിങ്ങൾക്കറിയാം, JP നഡ്ഡ RSSനെ തള്ളിപ്പറയുന്നു, അമിത്ഷായും RSSനെ തള്ളിപ്പറയുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഇതിനൊക്കെ ശേഷമാണ് ഞാനിത് ഗ്രൗണ്ടിൽ കണ്ടതിന് ശേഷമാണ് പല നാഷണൽ ഡെയിലികളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യം ഞാൻ തന്നെ ഇത് കണ്ടിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറയുന്നത്. അപ്പം ഞാനതിൻ്റെ ക്ലെയിം ഒന്നും എടുക്കുന്നൊന്നുമില്ല, കാരണം എക്സ്പീരിയൻസ് ഓൾവേസ് മാറ്റേഴ്സ്. അപ്പം പിന്നെ ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ എനിക്ക് തോന്നിയത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് ഇന്ത്യ സാമ്പത്തികമായിട്ട് കുതിക്കുന്നു, ലോകത്തിലെ 3ാമത്തെ ശക്തിയായിട്ട് വളരുന്നു, ഇപ്പോൾ 5ാമത്തെ ശക്തിയാണ്, GDPയിൽ ഏറ്റവും നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നൊരു സംഭവത്തെ മോദി ഗവൺമെൻറ് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് സത്യമാണ്. കാരണം IITയിലുള്ളവർക്ക് പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി കിട്ടുന്നില്ല. IITയിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് അവർ പഠിച്ചിറങ്ങുന്നതിന് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആണ്, അവർക്ക് ജോലി കിട്ടുന്നില്ല. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇന്ത്യയിൽ ഈ പ്രൊഫഷണൽ കോളേജും എല്ലാം കൂടെ ചേരുമ്പോൾ ഏകദേശം 1 ലക്ഷത്തിന് മുകളിലുണ്ട്. ഇവരൊക്കെ എവിടെ മറ്റുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളൊക്കെ എവിടെ പോയി ജോലി ചെയ്യും? ഇത് ചോദ്യമായി. അതായത് ഡിജിറ്റൽ ലോകത്ത് ഇതൊരു വലിയ സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസും SP-യും ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും ഇത് മനസ്സിലാവുന്നില്ല. അവിടെ ഇത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് ഇലക്ഷനിൽ. അൺഎംപ്ലോയ്മെൻറ്റ് അതൊരു വലിയ മേജർ ഫാക്ടർ തന്നെയാണ്. പിന്നെ BJPയുടെ നേതാക്കൾക്കുള്ള ഓവർ കോൺഫിഡൻസ്, അതായത് നാഷണൽ ലീഡേഴ്സിൻ്റെ ഓവർ കോൺഫിഡൻസ്, അത് പ്രധാനപ്പെട്ട ഒരു ഘടകമായി. കാരണം അവർക്കൊന്നും പേടിയില്ല, അവർ 400+ ക്രോസ് ചെയ്യും എന്നുള്ള അവരുടെ ഒരു ഓവർ കോൺഫിഡൻസ്. പിന്നെ ഈ പലപ്പോഴും അവിടെ ഇലക്ഷൻ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളത്, പോളിംഗ് ഡേയിൽ ഈ വീടുകളിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് പോളിംഗ് സ്റ്റേഷനിൽ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന RSS ആണ്. കാരണം അവർ കേഡർ പാർട്ടിയാണ്, കേഡർ ഒരു ഗ്രൂപ്പാണ്. അപ്പം അവരാണ് ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് വളരെ ആക്റ്റീവായിട്ട് ബൂത്തിലൊക്കെ നിൽക്കുന്നത്. ആ ഒരു സംഭവം കണ്ടില്ല. ഇതൊക്കെ ഓരോ ഫാക്ടർ നിങ്ങളോട് നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങളത് തള്ളിക്കളഞ്ഞു. പിന്നീട് ഈ BJPയുടെ ഈ നേതാക്കന്മാർ തന്നെയാണ് പറഞ്ഞത്. കാരണം അവരവരെ പാർട്ടിക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എതിരായിട്ട് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് പറഞ്ഞത്. സെയിം ഞാൻ ആ ഇഷ്യൂ പറഞ്ഞു, ജാട്ടിൻ്റെ ഇഷ്യൂ. ജാട്ട് വിഭാഗത്തിൽ നിന്ന് BJPക്ക് ഒരു കരിസ്മാറ്റിക് നേതാവിനെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പിന്നെ ജാട്ടിനെ മാറ്റി ഖട്ടർ എന്ന് പറഞ്ഞ ആളെ കൊണ്ട് 2 പ്രാവശ്യം കൊണ്ട് അവിടെ മുഖ്യമന്ത്രിയാക്കി അവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള ജാട്ടുകൾക്ക് ഫീൽ ചെയ്തു. ഇനി എടുക്കുക, വാരണാസിയിലെ പ്രധാനമന്ത്രി എത്ര വോട്ടിനാണ് പുറകിൽ പോയത്, എത്ര വോട്ടാണ് പിടിച്ചത്? വാരണാസിയിൽ ഏറ്റവും കൂടുതൽ ആരാ? അപ്പർ കാസ്റ്റ് ഹിന്ദു സംഭവമാണ് വാരണാസിയിൽ ഏറ്റവും കൂടുതലുള്ളത്. അതേപോലെ തന്നെ UPയിൽ 6 മുതൽ 7% അപ്പർ കാസ്റ്റാണ്, അതായത് ബ്രാഹ്മിൺസ് ഠാക്കൂർ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവരെന്തുവിനാണ് BJP ആയിട്ട് വോട്ട് ചെയ്യുന്നത്? ചോദ്യമാണ് ഇതൊക്കെ. ഇത് സിമ്പിൾ ചോദ്യമല്ല. ഈ ചോദ്യത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട സംഭവമാണ് ഇവിടൊക്കെ എങ്ങനെയാണ് BJPക്ക് വോട്ട് കുറഞ്ഞത്, ഇവിടൊക്കെ എങ്ങനെയാണ് സമാജ്വാദി പാർട്ടിക്ക് വോട്ട് കൂടിയത്. അതേപോലെ UPയിലെ ദളിത് ബെൽറ്റുകൾ എടുക്കുക, ആ ബെൽറ്റിലെല്ലാം ശരിക്കും BJP ഭയങ്കരമായിട്ട് തോറ്റു കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും. അതെങ്ങനെയാണ് ഉണ്ടായത്? അതായത് എംപ്ലോയ്മെൻറ്റ് ശരിക്കും മാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യ കുതിക്കുന്നു, പക്ഷേ എംപ്ലോയ്മെൻ്റ് ഇല്ല, ജോലിയില്ല. ഇത് ഉറപ്പായിട്ടും പുതിയ തലമുറയ്ക്കും പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അതാണ് ഈ കോൺഗ്രസും ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളും കാണാതെ പോയ സംഭവമാണ്. അതിൽ പ്രതീക്ഷിക്കുന്നില്ല ഈ സംഭവം. പക്ഷേ ഇത് വോട്ടേഴ്സിന് ഉള്ളിലൊരു പ്രശ്നമുണ്ടായി. അതാണ് UPയിലുണ്ടായതും. പിന്നീട് ജാട്ടിൻ്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് രാജസ്ഥാൻ ആലോചിച്ച് നോക്കുക, 3-4 മാസം മുമ്പാണ് രാജസ്ഥാനിലെ BJP വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ കയറുന്നത്. അവിടെയാണ് BJP തോൽക്കുന്നത്. ഇതിന്നൊക്കെ ഏത് രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്? അതായത് നമ്മളീ പറയുന്ന ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറയുന്നത്
ആരുടെയും പോക്കറ്റിലിരിക്കുന്ന സാധനമൊന്നുമല്ല. ജനങ്ങൾ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കും. അതായത് നിങ്ങൾ ഈ പറയുന്ന ഓരോ കമ്മ്യൂണിറ്റി ആണെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഈ കമ്മ്യൂണിറ്റിയെയും ഈ നേതാക്കളെയും മാറ്റിയിട്ടും വേറൊരു വിഭാഗത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും. വസുന്ധര രാജ സിന്ധേഴ്സ് ഇന്ത്യയെ അവരെ പൂർണ്ണമായിട്ട് ഒതുക്കിയിട്ട് അവർക്ക് ടിക്കറ്റ് മത്സരിക്കാൻ കൊടുത്തിട്ട് അവരുടെ കൂടെ നിന്ന് 3 പേര് കോൺഗ്രസ് കാൻഡിഡേറ്റായിട്ട് രാജസ്ഥാനിൽ മത്സരിക്കുന്നു. അവർ 3 പേരും ജയിച്ചു. ആലോചിക്കുക. ഇതാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം. പെട്ടെന്ന് കയറി പാർട്ടിക്കകത്ത് ജനാധിപത്യം കൊണ്ടുവന്ന് ഒരു വലിയൊരു കൂട്ടത്തെ മാറ്റിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ അവരും അവിടുത്തെ RSSും എല്ലാം BJPയുടെ നമ്പർ 1 ശത്രുക്കളായിട്ട് മാറി. അവരാണ് പ്രധാനമായിട്ടും തീരുമാനമെടുത്തത്. അതായത് RSS മോദിയെയും BJPയെയും ഈ ഇലക്ഷൻ തോൽപ്പിക്കാൻ മാക്സിമം പണിതു. അതിൻ്റെയാണ് റിഫ്ലക്ഷൻ കാണുന്നത്. പിന്നെ ഇത്രയും സീറ്റുകൾ കിട്ടി വീണ്ടും മോദിക്ക് കിട്ടിയതിൻ്റെ കാരണം മോദി ഫാക്ടർ തന്നെയാണ്. വേറൊന്നുമല്ല അതിൻ്റെ പിറകിൽ. മോദി ഫാക്ടർ ഇല്ലാതെ ഇതിനേക്കാളൊക്കെ വളരെ മോശമായിട്ട് പോയേനെ. ഇതാണ് എൻ്റെ ഈ നോർത്ത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനാലിസിസ്.